ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ ഊത്തപ്പം പാൻ വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി റിവ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഊത്തപ്പം പാൻ അല്ലെങ്കിൽ തവ ഞാൻ വാങ്ങിച്ചത് ദ ഇൻഡസ് വാലി എന്നുള്ള ഒരു ബ്രാൻഡിൽ നിന്നാണ്. 1400 സംതിങ് ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് അന്നേരം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്നിട്ടുണ്ടെങ്കിൽ ഇൻഡസ് വാലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കാസ്റ്റ് അയണിൻ്റെയും അതേപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചത് ഇവരുടെ ബ്രാൻഡിൽ നിന്നാണ്. അപ്പോൾ കാസ്റ്റ് അയണിൻ്റെ കാര്യം നമുക്കറിയാം, നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നതുകൊണ്ട് നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോൾ കാസ്റ്റ് അയണാണ് യൂസ് ചെയ്യണത്. കുട്ടികൾക്കൊക്കെ ഊത്തപ്പം അതേപോലെ കുട്ടി ദോശ ഒക്കെ ഉണ്ടാക്കാൻ എന്താ പറയുക, ഉണ്ടാക്കാനല്ല കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഇത് ഒരു 1.5 കിലോ അല്ല 1.6 കിലോ വെയിറ്റ് വരുന്ന ഒരു തവയാണ് കേട്ടോ. 23 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്നുണ്ട്. ഇത് നമുക്ക് ദോശ മാത്രമല്ല ഊത്തപ്പം ഉണ്ടാക്കാം, പറാറ്റ ഉണ്ടാക്കാം, ഓംലേറ്റ് ഉണ്ടാക്കാം, ഷാലോ ഫ്രൈയിങ്ങിനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്കിതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഫ്രീ ഡെലിവറി ആയിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ 7 days EC റിട്ടേൺസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 100% നാച്ചുറലാണ്, അതേപോലെ ടോക്സിൻ ഫ്രീ ആണ്, പിന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പാത്രം നമ്മൾ കാസ്റ്റ് അയണിൻ്റെ എന്ത് പാത്രമാണെങ്കിലും കിട്ടിയാൽ നമ്മൾ ആദ്യം നന്നായിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി സീസൺ ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ കൂടുതൽ കാസ്റ്റ് അയൺ വാങ്ങിക്കാനുള്ള ഒരു കാരണം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അതായത് നമുക്ക് കുറേ കാലങ്ങളോളം ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാം. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കോട്ടിങ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ യൂസ് ചെയ്യണം. ഇതാകുമ്പോൾ നമ്മൾ കുറേ കാലങ്ങളോളം നമുക്കിത് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യണതിൻ്റെ അനുസരിച്ചിട്ട് അത്രയും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്ന അതേ രീതിയിൽ കാസ്റ്റ് അയൺ പാത്രങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ ഹീറ്റിംഗ് ആണ്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ സ്പൂണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, പ്രീമിയം ക്വാളിറ്റി ആണ്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ എന്തെങ്കിലും ദോശയൊക്കെ ആണെങ്കിൽ നമുക്കത് തിരിക്കാനൊക്കെ ആയിട്ട് സ്റ്റീലിൻ്റെ സ്പൂൺ ഉണ്ടാവില്ലേ, അതൊന്നും നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിലാവുമ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം, കാരണം സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ 100% നാച്ചുറൽ ആയിട്ടൊരു കുക്ക് വെയർ ആണ്. 100% ആയിട്ടുള്ള ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കെമിക്കൽ കോട്ടിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഇതിലുണ്ടാക്കുന്ന എല്ലാ ഫുഡിലും എന്താ പറയുക, നല്ല രീതിയിൽ അയൺ കണ്ടൻറ്റ് ഉണ്ടാകും. അത് നമുക്ക് കുട്ടികൾക്കൊക്കെ അയൺ ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഞാൻ നേരത്തെ പറയാൻ നാച്ചുറലി ഒരു നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു പാത്രം പോലെ തന്നെ ഇതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ജനറേഷൻസ് വരെ നമുക്ക് യൂസ് ചെയ്യാം, കാരണം ഇതൊക്കെ നശിഞ്ഞു പോകുന്ന ഒരു സംഭവമേ അല്ല. അതേപോലെ നമ്മൾ ഇതിലുണ്ടാക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതാ ഞാൻ ആദ്യം ആ പാത്രം നന്നായിട്ട് കഴുകി ഒന്ന് ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊരു സവാള ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അതിലൊന്ന് സ്പ്രെഡൊക്കെ ചെയ്ത് ഒന്ന് റൊട്ടേറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ദോശ ചുട്ടെടുക്കാനൊക്കെ പറ്റും കേട്ടോ. എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി ഒരു തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അത് ഓവറായിട്ട് എന്തെങ്കിലും എണ്ണയോ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ദോശ ചുട്ടെടുക്കുക, ദോശയോ ഊത്തപ്പോ എന്താ വെച്ചാൽ ചുട്ടെടുക്കുക കേട്ടോ. ആദ്യം ഉണ്ടാക്കുമ്പോൾ ചെറിയ രീതിയിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്, കാരണം കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ്. നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്രമേ അത് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. സോഫ്റ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം ഒരു ചെറിയ കുട്ടി ദോശാസാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഞാനൊരു ഊത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഊത്തപ്പം ഇട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ അധികം ഇങ്ങനെ കഴിക്കില്ല, കുറച്ചൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു 3 ഊത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കുട്ടിയായിട്ടുള്ള ദോശയാണ് ഇതിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ. അതാ കണ്ടില്ലേ, നല്ലൊരു ശബ്ദമാണ് ഇതിൽ ദോശയുടെ മാവൊക്കെ കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട്, സുമി 12 എന്നുള്ള ഒരു കൂപ്പൺ കോഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരു എക്സ്ട്രാ 12% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഈ ഒരു വെബ്സൈറ്റ്, അതായത് ഇൻഡസ് വാലിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി ചെക്ക് ചെയ്യാം. ഈ ഒരു ഉത്തപ്പം പാനോ ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. ഒപ്പം എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാം. ദ ഇൻഡസ് വാലി എന്നുള്ള ബ്രാൻഡ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു 100% ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്ക് വെയർ ബ്രാൻഡാണ് കേട്ടോ. ഞാൻ ഇവരുടെ പ്രൊഡക്റ്റാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടി ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഞാൻ ഒരു കുട്ടി 3 എണ്ണം ഒരു ഊത്തപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.